ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وصارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തിലൊക്കെയും നാം നിർവഹിച്ച മുഴുവൻ നമ്മുടെ ആരാധന കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ദാനധർമ്മങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ അതിന്റെ എല്ലാ പവിത്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇനി നമ്മുടെ ഒരു ആയുസ്സിൽ നമ്മൾ നഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ദിവസങ്ങളാണ് ഇനി ഉള്ളത്. അതുകൊണ്ട് യാതൊരു നിരക്കുമുള്ള അലംഭാവവും നമ്മെ സ്വാധീനിക്കാതെ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പറയാണ്, ദയവ് ചെയ്തിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നമുക്ക് വേണ്ടി ഒരുക്കി വച്ച ദിവസങ്ങളാണ് ഇനി ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
റമദാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ലവാഹിറൽ അശറ ലവാഹിർ മിന റമദാൻ മാ ലാ യജ്തഹിദു ഫീ ഖലാവൈരിഹി. മറ്റ് സമയങ്ങളിലും മാസങ്ങളിലും അധ്വാനിക്കാത്തത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചിരുന്നു എന്നാണ്. പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നു എന്നാണ്. വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയായിരുന്നു പ്രവാചകൻ അധ്വാനിച്ചിരുന്നത്? ഇദാ ദഖലൽ അശറ, അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മുറുക്കി ഉടുക്കുമെന്നാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഒരു ശ്രമകരമായ ജോലിക്ക് ഇറങ്ങുന്ന മനുഷ്യന് അയാളുടെ ജോലിയിൽ വസ്ത്രങ്ങൾ പോലും തടസ്സമാകരുത് എന്ന് വിചാരിച്ച് ഒന്ന് ഒരുങ്ങി ഇറങ്ങുക എന്നതാണ് പറഞ്ഞതിനർത്ഥം. നബി ഒരുങ്ങുമായിരുന്നു. അഹ്യാ ലൈലഹു, എന്നിട്ട് പ്രവാചകൻ റമദാൻ അവസാനത്തെ രാത്രിയെ നബി ജീവിപ്പിക്കും. വഅയ്കല അഹ്ലഹു, അതോടൊപ്പം തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി നബിയുടെ കൂടെ ഇരുത്തിയിട്ട് വജദ്ദ, നന്നായി അധ്വാനിക്കുമായിരുന്നു എന്നാണ്. ഈ ഹദീസിൽ പറയുന്ന 2 പ്രധാന സംഗതികളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, റമദാനിന്റെ അവസാനത്തെ 10 സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രിയാണ്. ഇപ്പൊ ഈ എന്താണ് നമ്മൾ ദുൽഹജ്ജ് 10 പറയുമ്പോൾ ദുൽഹജ്ജ് 10 പകലിനാണ് പ്രാധാന്യം. റമദാനിലാകുമ്പോൾ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ് പകലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. നബി പറഞ്ഞത് എന്താ? രാത്രി നബി സജീവമാക്കിയിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ രാത്രികൾ നമ്മൾ സജീവമാക്കേണ്ട സമയമാണ് നമുക്ക് വേണ്ടി. പ്രവാചകൻ അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു. നമ്മൾ പുരുഷന്മാര് ഒരിക്കലും വിസ്മരിക്കാത്തൊരു സംഗതിയാണ് തന്റെ കുടുംബത്തെ കൂടി വിളിച്ചുണർത്തിയിട്ട് ഈ ഇബാദത്തിലും നന്മയിലും പ്രവാചകൻ ചേർത്ത് നിർത്തിനാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ഭാര്യമാരെ മക്കളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ ഇത്തികാഫും ഇബാദത്ത് നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ സാധുക്കളേക്ക് നമ്മൾ കൂട്ട് കഴിയുന്നത് പോലെ അവരെ വിളിച്ചുണർത്തിയിട്ട് നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദിക്ർ ചെല്ലാനൊക്കെ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഡോറെ പോയിട്ട് മുട്ടും, അലാ തുസല്ലിയാൻ, ഫാത്തിമ നിസ്കരിക്കണില്ലേ, എഴുന്നേക്കുന്നില്ലേ എന്ന് നബി ഇങ്ങനെ വിളിച്ചുണർത്തുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അതുകൂടി നമ്മൾ നമ്മുടെ നന്മകളിൽ, നമ്മുടെ ഈ അധ്വാനത്തിൽ നമ്മുടെ കുടുംബവും കൂടെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്നതാണ് അവസാനത്തെ 10 കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത്. നമുക്കറിയാം, അവസാനത്തെ 10 രാത്രികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാത്രമായി അള്ളാഹു അനുഗ്രഹിച്ച ലൈലത്തുൽ ഖദർ ഉള്ള രാത്രിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്കുള്ള ഒരു ഗതികേട് എന്താണെന്നറിയോ? നമ്മുടെ ഈ സാങ്കേതിക വിഷയങ്ങളുടെ എന്നാണ് 27-നാണോ 28-നാണോ 29-നാണോ 21-നാണോ നമുക്കതാണ് ചർച്ച. അത് എന്തുമാകട്ടെ, എന്നായാലും എനിക്കത് കിട്ടണമെന്നല്ലോ. സാധാരണ പണ്ഡിതന്മാർ ഷെയർ ചെയ്ത ഒരു ഉദാഹരണം എന്താണെന്നറിയോ? അമൂല്യമായ വസ്തുക്കൾ അടങ്ങിയ ഒരു വലിയ പെട്ടി. ആ പെട്ടിയുടെ താക്കോൽ 10 കൂട്ടം താക്കോലുണ്ട്. 10 താക്കോലാണ് അതിലുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഇതിന് ഒരെണ്ണം മാത്രമാണ് ഇതിന്റെ താക്കോല്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നുകിൽ 10 സ്വീകരിക്കാം, അല്ലെങ്കിൽ ഏതൊരു ഒരെണ്ണം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള നമ്മൾ എന്ത് ചെയ്യാം? ഒരിക്കലും ആ പെട്ടി നഷ്ടപ്പെടരുതെന്ന് മനസ്സിലാക്കിയിട്ട് 10 വാങ്ങും. ഏതെങ്കിലും ഒരാത്തിലുണ്ടാവുമല്ലോ എന്ന്. അപ്പൊ നമുക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടല്ലോ, അറിയാം. അപ്പൊ ആ ബുദ്ധി എന്തേ ഈ ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഉപയോഗിക്കാത്ത? ഈ 10 ദിവസങ്ങൾ ഏതെങ്കിലും ഒരു രാത്രി, അത് ഒന്നുകൂടി പറഞ്ഞു, അത് ഒറ്റയിട്ട രാത്രിയിലാകാനാണ് സാധ്യത. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇങ്ങനെ കണ്ടെത്തി അതിന്റെ പിറകെ നടക്കാതെ ആ 10 രാത്രികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തീരുമാനം, ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും ഉണ്ടാകും. തീരുമാനം എടുക്കാം. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. നമുക്ക് വിശുദ്ധ ഖുർആൻ ചോദ്യം ഉണ്ടല്ലോ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്താ നിങ്ങൾക്ക് അറിയോ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ചോദിച്ചിട്ടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഇറങ്ങി ഖൈറു മിൻ അൽഫി ശഹർ,
1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. 83-84 വർഷം അധ്വാനിച്ചാൽ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്? അത്രയും പ്രതിഫലം ഒരു ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കുകയാണ്. രണ്ടാമത് പറഞ്ഞു തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അന്ന് രാത്രി ആയിരിക്കും അല്ലാഹുവിന്റെ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ളവർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അപ്പൊ മലക്കുകളുടെ സാന്നിധ്യം. അടുത്തു പറഞ്ഞു സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂര്യൻ ഉദിക്കുന്ന പ്രഭാതം വരേക്കും ഭൂമിയിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നർത്ഥം. ഈ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിച്ച് നടക്കുന്ന നമ്മൾ അത് കിട്ടുന്ന ഒരു സമയം ഉണ്ടെന്ന് അറിയുമ്പോൾ അവിടെ ഉണ്ടാകണ്ടേ? അല്ലാഹു പറയും നിങ്ങൾക്ക് ആ രാത്രി പ്രഭാതം വരെ സമാധാനം കിട്ടുന്ന. നമ്മൾ ആകെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനം അത് വേണ്ടവർ കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവസാന സൂറത്ത് ദുഹാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫീഹാ യുഫ്റുഖു കുല്ലു അംറിൻ ഹകീം. എല്ലാ കാര്യങ്ങളുടെയും തീരുമാനമെടുക്കുന്നത് അന്നാണ് കേട്ടോ എന്നാണ്. ആലോചിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതി, നമ്മുടെ ഒരു കേസ് ഫയല് നാളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ രാത്രി ഉറക്കം വരും നമുക്ക്. നമ്മൾ എത്ര നേരം വിജിലൻ്റായി അതിന് വേണ്ടി പ്രിപ്പയർഡായിട്ട് ഇരിക്കും. ഇതേപോലെ ഈ വർഷത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാണ് അല്ലാഹു. നമ്മുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന നിർണയിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മുടെ പ്രസൻസ് അല്ല അവിടെ. പിന്നെ എങ്ങനെ വർക്കത്തുണ്ടാകാനാ? അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കാൻ ഈ ലൈലത്തുൽ ഖദറിൽ ഈ വർഷത്തേക്കുള്ള എന്റെ കാര്യത്തിൽ അല്ലാഹു ഒരു തീരുമാനം വരാൻ പോവാണ്. തീരുമാനമെടുക്കും. ആ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ആ സദസ്സിൽ ഉണ്ടാകും എന്ന് തീരുമാനം എടുത്തുകൊണ്ട് പോണം. അല്ലാഹു അതിനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അത്ര പറയാൻ കാരണം വെച്ചാൽ ഒരു നിലക്കും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നതുകൊണ്ട് വളരെ ആത്മാർത്ഥത്തോടു കൂടി ഞാൻ പറയാം. ഇന്ന് എൻ്റെ മനസ്സിൽ പറയാൻ ഒരുപാട് ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ഒരു നിലക്കും നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമെന്ന് ഉറപ്പാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പവിത്രമായ രാത്രിയുടെ എല്ലാ തരത്തിലുള്ള നന്മകളും ഹൈറും ബർക്കത്തും കിട്ടുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ഈ ഒരു വർഷത്തിൽ നമ്മുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് ഗുണകരമായ തീരുമാനമാകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മറ്റൊന്നുള്ളത് ഈ ഇഅ്തികാഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ യഅ്തകിഫു അൽ അശറ അൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ റൂഹ് സ്വീകരിക്കുന്നവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. എന്താ ഇഅ്തികാഫ് എന്ന് പറഞ്ഞത്? ഇസ്ലാമിന് സന്യാസവുമായി ഒരു ബന്ധവുമില്ല. നഖശിഖാന്തം ഇസ്ലാം എതിർത്ത ഏതൊരു സംഗതിയാണ് സന്യാസം. പക്ഷെ ഇസ്ലാമിൽ സന്യാസത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ അംശം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇഅ്തികാഫ് മാത്രമേ ഉള്ളൂ. എന്താ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? ഒരു അടിമ അല്ലാഹുമായി ഒഴിഞ്ഞിരിക്കുക എന്നതാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ധ്യാനം ഭജനൊന്നും ഇസ്ലാമിലില്ല. നമ്മൾ ആ പദം പ്രയോഗിക്കേണ്ട, പക്ഷെ അങ്ങനൊന്നും ഉണ്ടല്ലോ ഇസ്ലാമില്. ഒറ്റയ്ക്ക് ഇരിക്കാന്നുള്ളത്. അർശിന്റെ തണല് കിട്ടുന്ന 7 കൂട്ടരെ പറഞ്ഞപ്പോൾ ഒരാൾ ആരാ? അയാൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് അയാളുടെ കണ്ണ് നിറഞ്ഞത്. അപ്പൊ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, ഒഴിഞ്ഞിരിക്കുക എന്നത് ഇസ്ലാമിനൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഒഴിഞ്ഞിരുന്ന് നോക്ക്. ആരുമായി ഒഴിഞ്ഞിരിക്കാം? നാമും നമ്മുടെ റബ്ബുമായി നമ്മൾ ഒഴിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാ? നബി അവസാനത്തെ 10ന്റെ സുബഹിക്ക് നബി തലേ ദിവസം കയറും. പള്ളിയിൽ വന്നിട്ട് ഒരു മൂലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ മറ ഉണ്ടാക്കി. ആ മറയ്ക്കുള്ളിലാണ്. ആ മറയ്ക്കുള്ളിൽ ആരുള്ളൂ? നബിയും അല്ലാഹു മാത്രമേ ഉള്ളൂ. നമ്മളും അങ്ങനെയാണ്. നമ്മളൊരു പള്ളിയിൽ പൂർണ്ണമായി ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഇരിക്കേണ്ടത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നാമും നമ്മുടെ റബ്ബുമല്ലാത്ത മറ്റൊരാളുണ്ടാകരുതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പോലും പരമാവധി ബന്ധപ്പെടാതെ സംസാരിക്കാതെ ഇരുന്നതാണ്. എന്തിനാണ് ഒഴിഞ്ഞിരിക്കാൻ പറയുന്നറിയാം?
നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട്? നമ്മുടെ റബ്ബിനോട്. നമ്മുടെ ഭാര്യമാരോട് പോലും പറയാത്ത, ജീവിതത്തിൽ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ പരിഹരിക്കുമെന്ന ഒരു പ്രതീക്ഷയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും തുറന്നു പറയാൻ അള്ളാഹു പറയാണ്, ഞാൻ ഒഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാനിലെ അവസാനത്തെ 10 രാത്രികളിൽ അള്ളാഹുമായി ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ തീരുമാനം എടുക്കാം. ആ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറഞ്ഞു തരും. ഇങ്ങനെ പോയാ പോരാ കേട്ടോ, ഒരുപാട് പരിഹരിക്കാനുണ്ട്, നന്നാകാനുണ്ട്. ഇങ്ങനെ പോയാൽ നിന്റെ അന്ത്യം വളരെ മോശമായിരിക്കുന്നു മനസ്സാക്ഷി പറയുമ്പോൾ നമ്മൾ പടച്ചവനെ പറ്റിപ്പോയി, ഞാൻ തിരുത്താൻ സന്നദ്ധനാണ്, തിരിച്ചു ഞാൻ വരാം എന്ന് അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹ് എന്താ പറയുന്നറിയോ? തിരിച്ചു പോരേതാണ്. നോക്ക്, അങ്ങനെ പറയുന്ന റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നാമുമായി ഒഴിഞ്ഞിരിക്കാനുള്ള ഏക സംവിധാനമായതുകൊണ്ട് പരമാവധി നമുക്ക് എങ്ങനെയാണ് ഇഅ്തികാഫ് ഉപയോഗപ്പെടുത്താം, അതിന്റെ പൂർണ്ണമായ രൂപം ഉപയോഗപ്പെടുത്താം. ഇനി അതല്ലാത്ത ആളുകൾ രാത്രിയെങ്കിലും പരമാവധി പള്ളിയിലേക്ക് വന്നിരുന്നിട്ട്, എന്ത് എളുപ്പം ഇപ്പോഴത്തെ പള്ളിയിലൊക്കെ എല്ലാം AC സൗകര്യങ്ങളുള്ള പള്ളികളാണ്. നമുക്ക് വന്നിരിക്കുകയും ഒരു അല്പം ഭക്ഷണം കരുതുകയോ, ചില പള്ളിയിലൊക്കെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അല്പം ഭക്ഷണവും കരുതി നാമും കുടുംബവും സൗകര്യപ്പെടുമ്പോൾ വന്നിരുന്നാൽ പള്ളിയിൽ ഇരിക്കുക, ദിക്റ് എല്ലാം ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, നിസ്കരിക്കുക, അള്ളാഹുമായി സംവദിക്കുക. അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരാൾ എങ്ങനെയും അയാൾക്ക് ലൈലത്തുൽ ഖദ്ർ മിസ്സാവൂല. കാരണം എന്താ? അയാള് 10ന്റെ തലേ ദിവസം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ പരമാവധി അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഈ ഇഅ്തികാഫിലും റമദാനിന്റെ അവസാനത്തെ 10ലും രാത്രിയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് കൊണ്ട് ഒരു ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യം ഈ അവസാനത്തെ 10ലെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. മൻ അദറക റമദാൻ ഫലം യുഗ്ഫറ ദംബഹു ഫമത്ത. അല്ലാഹ് പറയാം, റമദാനിൽ ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയിട്ടും അയാൾക്ക് പാപമോചനം കിട്ടിയില്ല എങ്കിൽ ഫമത്ത, ഇനി എപ്പോഴാണ്? ഇനി എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു സുവർണ അവസരം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാഹചര്യം കൊണ്ടും സമയങ്ങൾ കൊണ്ടും ഏറ്റവും അനുഗ്രഹീതമായ ഈ സമയത്ത്, ഈ റമദാൻ നമ്മൾ നോമ്പ് നോറ്റു, ഖുർആൻ ഓതി, തറാവീഹ് നമസ്കരിച്ചിട്ടും എല്ലാം ചെയ്തിട്ടും നബി ചോദിക്കുകയാണ്, എന്നിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ ഫമത്ത, ഇനി അയാൾക്ക് എപ്പോഴാണ് അതിന് കഴിയുക എന്നുള്ളത്, എപ്പോഴാ കഴിയുന്നു പറയും. അപ്പൊ റമദാനെ പോലെ നമുക്ക് അനുകൂലമായ സമയവും സന്ദർഭം ഇല്ലാത്തത് കൊണ്ട് ഈ റമദാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രിയിലെങ്കിലും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, നമ്മൾക്കൊരു ഫിത്രത്തുണ്ടല്ലോ. ഏത് ഫിത്രത്ത്? നമ്മുടെ നേച്ചർ, ശുദ്ധ പ്രകൃതി. ആ നേച്ചറോട് കൂടി നമുക്ക് റമദാനിനെ യാത്രയാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. വിശുദ്ധ ഖുർആൻ സാധാരണ നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു തെറ്റ് ഒരാൾ വന്നു പോയാൽ മനുഷ്യരും സമൂഹവും അയാളെ കുറ്റവാളിയായി മുദ്ര കുത്തി അകറ്റി നിർത്താൻ, അയാൾ വീണ്ടും കുറ്റവാളിയാകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അടിമകളെ തെറ്റുകളും കുറ്റങ്ങളും വന്നവരെ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തിയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് സ്വന്തത്തോട് അക്രമങ്ങൾ ചെയ്ത എന്റെ അടിമകളെ എന്നാണ്. നമുക്ക് അങ്ങനെ വിളിക്കാൻ ആർക്കെ കഴിയും? അല്ലാഹുക്കല്ലാതെ. സ്വന്തത്തോട് ചെയ്തിട്ട് അല്ല വിളിക്കണം എന്റെ അടിമകളെ എന്ന ആ വിളിയിലെ എല്ലാം നമ്മൾ വീണുപോയല്ലോ. ബാക്കി എന്താ? ലാ തഖ്നതു മിർ റഹ്മത്തില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടല്ലേ? നിരാശ വേണ്ട. വന്നു പോയിട്ടുണ്ടോ? സംഭവിച്ചോ? പറ്റിപ്പോയോ? നിരാശപ്പെടേണ്ട, തിരിച്ചു പോരെ. വഅനീബു ഇലാ റബ്ബിക്കും, തിരിച്ചു വാ, മടങ്ങിപ്പോരെ. പോകുന്ന വഴിയിൽ വഴി തെറ്റിന്ന് അറിഞ്ഞാൽ തിരിച്ചു നടക്കലാണ് ഏറ്റവും ഉചിതം. അല്ലാഹു ചോദിക്കുകയാണ്, ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്നാണ്. അപ്പോ അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റു പറയാൻ നോക്കൂ. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്കാ കഴിയുക എന്നാണ്.
അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ലല്ലോ എന്നാണ്. ഇത്രത്തോളം പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമുക്ക് നമ്മുടെ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറയാൻ ഒരു സമയവും അവസരവും ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സാധാരണ നമ്മൾ കേൾക്കാറുള്ള റമദാൻ ആദ്യത്തിലാണ്. പക്ഷെ ആയത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ വാചക ഘടന നിങ്ങൾ അള്ളാഹുവിലേക്ക് ധൃതിപ്പെടും എന്നാണ്. അള്ളാഹു ആദ്യം പറഞ്ഞ നിങ്ങൾ എങ്ങോട്ടാണ് ധൃതിപ്പെടേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് പാപമോചനം കിട്ടാനാണ് നിങ്ങൾ ആദ്യം ധൃതിപ്പെടേണ്ടത്. വജന്നത്തിൽ, പിന്നെ സ്വർഗത്തിലേക്ക്. നമുക്ക് ആദ്യം സ്വർഗത്തിലേക്ക് മത്സരിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ആദ്യം പരിശ്രമിക്കേണ്ടത് മഗ്ഫിറത്ത് കിട്ടാനാ. മഗ്ഫിറത്ത് കിട്ടിയ മനുഷ്യനെ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത് ഏതിനാണ്? നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണം, ശുദ്ധമാകണം, ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായി. വജന്നത്തിൽ, രണ്ടാമത് നിങ്ങൾ സ്വർഗത്തിലേക്ക് മത്സരിക്കൂ എന്ന. മഗ്ഫിറത്ത് കിട്ടാത്തവന് സ്വർഗം പ്രവേശിക്കുന്നതിന് അർത്ഥമില്ല. ബാക്കി എന്താണെന്നറിയോ? അർളുഹ സമാവാതു വൽ അർദ്, സ്വർഗത്തിന്റെ വിശാലത എന്താണെന്ന് അറിയോ? ആകാശ ഭൂമികളോളം വിശാലമാണ്. നമ്മുടെ ദൗർഭാഗ്യം വരാതിരിക്കട്ടെ, ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് നമുക്കൊരിടമില്ലെങ്കിലോ? അല്ലാഹു പറയണ ആകാശ ഭൂമികൾ വിശാല, അത്രയും വിശാലമായ ആ സ്വർഗത്തിൽ നമുക്കൊരു ഇടം കിട്ടാതെ പോകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദൗർഭാഗ്യവന്മാരാണ് നമ്മൾ. തഖ്വയുള്ളവർക്ക് വേണ്ടി ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് സ്വർഗം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് ഈ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടാണ്. പണ്ഡിതന്മാര് ഈ റമദാനിന്റെ അവസാനത്തെ രാത്രികൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ കൂട്ട് പ്രത്യേക ഊന്നൽ നൽകിയ സംഗതി അതാണ്. ഖുർആൻ ഓതാം, രാത്രി നമസ്കരിക്കാം, ദിക്റുകൾ ചെല്ലാം, ദുആകൾ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞത് എന്താണെന്നറിയോ? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി വളരെ കുറച്ച് ഉറങ്ങുകയുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാന സമയം അവർക്ക് എന്താണ് പ്രവൃത്തി? യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുകയാണെന്നാണ്. അപ്പൊ ഈ ആയത്ത് മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രിയുടെ അവസാന സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഇസ്തിഗ്ഫാർ നടത്താനാണ്. ഖുർആൻ ഓതണ്ടെന്നല്ല, രാത്രിയുടെ അവസാന സമയം അള്ളാഹ്ക്ക് ഏതാ ഇഷ്ടം? നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പാപമോചനം തേടുന്ന രംഗത്തെയാണ് അള്ളാഹുവിന് ഇഷ്ടം. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സത്യവിശ്വാസം ആരാന്നറിയുമോ? രാത്രിയുടെ അവസാന സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, രാത്രിയുടെ അവസാന സമയം ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ മഗ്ഫിറത്തിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആന്റെ വലിയൊരു അത്ഭുതം, എവിടെയെല്ലാം സ്വർഗത്തെ ചേർത്തി അന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് മഗ്ഫിറത്തുന്നാണ്. അത് ഒരു വിഷയം തന്നെയായിട്ട് പറയാനുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന പല കാര്യങ്ങൾക്കുള്ള ഒന്നാമത്തെ ഓഫർ എന്താണെന്നറിയോ? ലഹു മഗ്ഫിറത്തുൻ വ അജ്റുൻ അദീം. അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒന്നാമത്തെ ഗുണം എന്താ? അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടും, പിന്നെ മഹത്തായ പ്രതിഫലം കിട്ടും. ആ മഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം. ലഹു മഗ്ഫിറത്തുൻ വ റിസ്ഖുൻ കരീം, അവർ അങ്ങനെ ജീവിച്ചാൽ അവർക്ക് മഗ്ഫിറത്തും കിട്ടും, മാന്യമായ റിസ്ഖും കിട്ടും. ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം, നബിയെ അവരോട് സന്തോഷവാർത്ത അറിയിക്ക്. അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആദ്യം കിട്ടാൻ പോകുന്നത് മഗ്ഫിറത്താണ്. നോക്കി, ഇതുപോലെ അനേക ഡസൻ കണക്കിന് ആയത്തുകൾ ഞാൻ പരിശോധിച്ചതാണ്. ആയത്തിലൊക്കെ അല്ലാഹു ആദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഓഫർ എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ജീവിച്ചാൽ, ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലഹു മഗ്ഫിറത്തുൻ, മഗ്ഫിറത്ത് കിട്ടൂട്ടോ എന്നാണ്. അപ്പൊ അള്ളാഹു ഒരു അടിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്താണ്. നമുക്ക് അതാണ് ആവശ്യം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ.
അതുകൊണ്ട് അതിനുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് ഈ റമദാൻ അവസാനത്തെ രാത്രികൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിലെ ഒരു രംഗമുണ്ട്. എന്താണെന്നറിയുമോ? ഒരു മനുഷ്യൻ, അയാൾ രാത്രി, നല്ല തണുപ്പുള്ള രാത്രിയാണ്, ആ തണുപ്പ് വകവയ്ക്കാതെ അയാളുടെ വിരിപ്പിൽ നിന്നും പുതപ്പിൽ നിന്നും അയാൾ എഴുന്നേറ്റ് വന്ന് വുളൂ ചെയ്ത് അയാൾ നമസ്കരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് ചോദിക്കാൻ, മാ ഹമല അബ്ദി ഹാദാ മാ സ്വനഅ, ഈ കൊടും തണുപ്പുള്ള രാത്രിയിൽ എന്റെ അടിമ ഇത്രയും പ്രയാസം സഹിച്ച് ഇങ്ങനെ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ മലക്കുകളെ കുറിച്ച് പറയിപ്പിച്ച് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തണം. അള്ളാഹു സ്വയം അവരുടെ മുമ്പിൽ അഹങ്കരിക്കുകയാണ്. എന്താണ് എന്റെ അടിമ ഇങ്ങനെ പ്രേരിപ്പിച്ചത്? അപ്പൊ ഈ മലക്കുകൾ പറഞ്ഞു, ഖാലു റബ്ബനാ റജാഅൻ മിൻ ഇൻദിക വശഫഖത മിൻ ഇൻദിക, അല്ലാഹുവേ നിന്നിലുള്ള പ്രതീക്ഷയും നിന്നോടുള്ള കൊതിയുമാണ് ആ അടിമ ഈ തണുപ്പ് വകവയ്ക്കാതെ രാത്രി എഴുന്നേറ്റ് നിന്ന് നിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നത്. നിന്നിലുള്ള പ്രതീക്ഷയാണ്, നിന്നെ കണ്ടുമുട്ടാനുള്ള കൊതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാണ്, എന്റെ ആ അടിമയുടെ സന്തോഷ വാർത്ത അറിയിക്കും. എന്താണോ എന്റെ അടിമ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് എന്നെ കുറിച്ച് അവനുള്ള ഭയം, ആ ഭയത്തിൽ നിന്ന് ഞാൻ അവരെ നിർഭയത്വം നൽകിയിരിക്കുന്നു എന്ന് ആ എന്റെ അടിമയോട് പറയാനാ. ആ അടിമ നമ്മളാകണം, നമ്മെ കുറിച്ചായിരിക്കണം അല്ലാതെ പറയേണ്ടത്. എന്നെ കുറിച്ച് ഞാൻ രാത്രി നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യം എന്നെ ചൂണ്ടിയിട്ടായിരിക്കണം എന്ന് നമ്മുടെ മനസ്സ് തീരുമാനിക്കണം. സഹോദരന്മാരെ, റമദാനില് ഈ രാത്രിയില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന സമയമാണല്ലോ. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, അവിടെ അള്ളാഹു നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വാനലോകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളെ അള്ളാഹ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പള്ളിയുടെ മൂലയിൽ, ഒരു പള്ളിയുടെ സൊഫിൽ എവിടെയെങ്കിലും നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു. എങ്കിൽ അള്ളാഹു പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഹാജരാകാൻ സാധിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീക്ക്. രാത്രി അള്ളാഹ് ഇറങ്ങി വരുമ്പോൾ ആ വരവിനെ സ്വീകരിക്കുവാൻ നമ്മൾ അവിടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് പോകാൻ കഴിഞ്ഞു എന്നാണ്. പോകാൻ കഴിയാത്തവർക്ക് എന്ത് മനസ്സിലാക്കുന്നത്? അവർക്ക് തൗഫീക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കും. അള്ളാഹു ആ സമയത്ത് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നമുക്ക് തൗഫീക്ക് കിട്ടിയിട്ടില്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ തട്ടി അകറ്റപ്പെട്ടു. അതുകൊണ്ട് എവിടെയൊക്കെയാണോ നമ്മുടെ റബ്ബ് നമ്മുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത് അവിടെ ഞാൻ ഉണ്ടാകണമെന്ന് തീരുമാനമെടുക്കണം. എന്റെ റബ്ബ് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത്, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷിച്ച സ്ഥലത്ത് അള്ളാഹുവെ ഞാൻ ഉണ്ടാകും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിലെ അവസാനത്തെ രാത്രികൾ പരമാവധി സജീവമാക്കി, ഹയാത്താക്കി, നമ്മുടെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ആരോഗ്യവും ഒക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചക പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബിയോട് ചോദിച്ചു, നബിയെ, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്കറിയാൻ പറ്റിയാൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, റമദാനിലെ അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാം. റമദാന്റെ അവസാനത്തെ പദം പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫൂൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് തരണമെന്നാണ്. സഹോദരന്മാർ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത് ചോദിക്കാൻ അർഹരാണോ? ഏതെങ്കിലും നമ്മോടുമായി എന്തെങ്കിലും പിടങ്ങിയ ഒരാൾ
ഒരു മാപ്പ് ചോദിച്ച് നമ്മുടെ മുമ്പിൽ നിരാശരായിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം, മാപ്പ് കൊടുക്കണം. എന്നാലാണ് അള്ളാഹുവിനെ തിരിച്ചുമുണ്ടാകുകയുള്ളെന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ബാക്കി വയ്ക്കേണ്ട. അള്ളാഹുവിന് വിചാരിച്ച് അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. അപ്പോൾ അള്ളാഹു നമുക്കും പുറത്തു തരും, നമുക്ക് മാപ്പ് തരും, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും. അങ്ങനെ പാപമുക്തരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരെല്ലാം രോഗം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലും അല്ലാത്തപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദിൽ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലും സമ്പത്തിലും ഒക്കെയും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസമുള്ള ഒട്ടേറെ ആളുകൾ ഉണ്ട്, അവർക്ക് അള്ളാഹു അതിൽ നിന്നൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും ബിസിനസ്സിലും ഒക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിന്ന് കളക്ഷൻ ഉള്ളതാണ്, നമ്മുടെ യതീം റിലീഫിന് വേണ്ടിയുള്ള സാധാരണ നമ്മൾ കളക്ട് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ ആ യതീം മക്കൾക്ക് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് കാര്യമായി നിങ്ങൾ സംഭാവന നൽകണമെന്ന് സ്നേഹത്തോട് അറിയിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ഖിയാമുൽ ലൈൽ നമസ്കാരമുണ്ട്, രാത്രി 3 മണിക്ക്. തറാവീഹ് നമസ്കാരവും ഉണ്ട്. എങ്ങനെയാണോ നമുക്ക് പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കുക. ഒരു അവസരവും ഒരു സമയവും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന ഉറപ്പും കൂടി ആയിരിക്കണം ഈ പള്ളിയിൽ നിന്ന് പിരിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احينا على الكتاب والسنه ومتنا